ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിലെ ഒരു പ്രധാന ടോപ്പിക്കായിട്ടുള്ള ഊർജ സ്രോതസ്സുകളെക്കുറിച്ചാണ്. ഭൂമിയിലെ ഊർജത്തിൻ്റെ ഉറവിടം സൂര്യനാണ്. സൂര്യനിലെ ഊർജ ഉൽപ്പാദനത്തെക്കുറിച്ച് ആദ്യമായിട്ട് ശാസ്ത്രീയവും ആധികാരികവുമായിട്ട് വിശദീകരിച്ച് ശാസ്ത്രജ്ഞൻ ഹാൻസ് ബേത്താണ്. ഭൂമിയിലെ മുഖ്യമായ ഊർജ സ്രോതസ്സുകളാണ് കാറ്റ്, ജലം, തിരമാലകൾ, ജൈവപിണ്ഡം അഥവാ ബയോമാസ്, സൂര്യൻ, ബയോഗ്യാസ് എന്നിവയൊക്കെയാണ്. ഭൂമിയിലെ എല്ലാ ഊർജ സ്രോതസ്സുകളെയും രണ്ടായിട്ട് തരംതിരിക്കാം: പുനഃസ്ഥാപിക്കുന്നവയും പുനഃസ്ഥാപിക്കാൻ സാധ്യമല്ലാത്തവയും. ഉപയോഗത്തിലൂടെ കുറഞ്ഞാലും പ്രകൃതിയുടെ സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ വീണ്ടും നിർമ്മിക്കാൻ പറ്റുന്ന വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കാവുന്ന വിഭവങ്ങൾ. പുനഃസ്ഥാപിക്കാവുന്ന അഥവാ റിന്യൂവബിൾ ഊർജ സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ് സൗരോർജം, ജലശക്തി, ബയോഗ്യാസ്, ജൈവപിണ്ഡം. ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോകുന്നവയും സ്വയം പുനഃസ്ഥാപിക്കാൻ ശേഷി ഇല്ലാത്തതുമായിട്ടുള്ള വിഭവങ്ങൾ അറിയപ്പെടുന്നത് പുനഃസ്ഥാപിക്കാൻ സാധ്യമല്ലാത്ത എന്നാണ്. പുനഃസ്ഥാപിക്കാൻ സാധ്യമല്ലാത്ത അഥവാ നോൺ റിന്യൂവബിൾ ഊർജ സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ് കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകളിൽ നിന്നും ഊർജം ആണ് ഹരിത ഊർജം അഥവാ ഗ്രീൻ എനർജി എന്നും വിളിക്കാം. പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളിൽ നിന്നുള്ള ഊർജത്തെ ബ്രൗൺ എനർജി എന്നാണ് വിളിക്കുന്നത്. പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ചു പോരുന്ന ഊർജ സ്രോതസ്സുകളാണ് പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ അഥവാ കൺവെൻഷണൽ എനർജി സോഴ്സസ്. പരമ്പരാഗതമായിട്ട് ഉപയോഗിക്കാത്ത ഊർജ സ്രോതസ്സുകളെ പാരമ്പര്യേതര ഊർജ സ്രോതസ് അഥവാ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സ് എന്നും വിളിക്കുന്നു. പരമ്പരാഗത ഊർജ സ്രോതസ്സുകൾ. പരമ്പരാഗത വൈദ്യുത ഊർജ ഉറവിടങ്ങളാണ് ജലവൈദ്യുതി, താപവൈദ്യുതി, ആണവോർജം എന്നിവയൊക്കെ. ജലവൈദ്യുതി. ഇന്ത്യയിൽ ആദ്യമായിട്ട് വൈദ്യുതി ഉൽപ്പാദന വിതരണം നടന്നത് പശ്ചിമ ബംഗാളിലെ ഡാർജിലിങ്ങിനടുത്തുള്ള സിന്ദ്രാപോങ് ജലവൈദ്യുത നിലയത്തിൽ നിന്നുമാണ്. വർഷം 1897. ഇന്ത്യയിലെ ആദ്യത്തെ മേജർ ജലവൈദ്യുത പദ്ധതിയാണ് കാവേരി നദിയിലെ ശിവസമുദ്രം. വർഷം 1902. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധ ഉദ്ദേശ്യ ജലവൈദ്യുത പദ്ധതിയാണ് ദാമോദർ വാലി പദ്ധതി. സർദാർ സരോവർ ഡാമിനെക്കുറിച്ച് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാമാണ് സർദാർ സരോവർ. നിർമ്മാണത്തിന് ഉപയോഗിച്ച കോൺക്രീറ്റ് വ്യാപ്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉദ്ഘാടനം നടന്നത് 2017 സെപ്റ്റംബർ 17 ചെയ്തത് നരേന്ദ്രമോദിയാണ്. സർദാർ സരോവർ അണക്കെട്ടിൻ്റെ തറക്കല്ലിട്ടത് ജവഹർലാൽ നെഹ്റു. വർഷം 1961. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാമാണ് സർദാർ സരോവർ ഡാം. ആദ്യത്തേത് ഗ്രാൻഡ് കോൾ ഡാം USA ആണ്. സർദാർ സരോവർ ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി നർമ്മദ. പ്രധാനമായിട്ടും ജലവൈദ്യുത പദ്ധതിയെ ആശ്രയിക്കുന്ന സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഹിമാചൽ പ്രദേശ്, കർണാടക, കേരളം, മേഘാലയ, ത്രിപുര, സിക്കിം, ജമ്മു ആൻഡ് കാശ്മീർ ഒക്കെ. NHPC അഥവാ നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ നിലവിൽ വന്നത് 1975. ഇന്ത്യയിലെ ഏറ്റവും പഴയ ഡാമാണ് കല്ലണ ഡാം. കാവേരിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചോള രാജവംശത്തിലെ കരികാല ചോളനാണ് കല്ലണ ഡാം നിർമ്മിച്ചത് AD 2-ാം നൂറ്റാണ്ടിൽ. ആധുനിക ഭാരതത്തിലെ ക്ഷേത്രങ്ങളാണ് അണക്കെട്ടുകൾ എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. പ്രാചീന ബുദ്ധമത പിണ്ഡത്തിൻ്റെ നാമധേയത്തിൽ നിർമ്മിച്ച അണക്കെട്ടാണ് നാഗാർജുന സാഗർ. കൃഷ്ണ നദിയിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ ഡാമാണ് ജൻജിയാവതി ഡാം. വിയാപുരത്ത് സ്ഥിതി ചെയ്യുന്നു, ആന്ധ്രാപ്രദേശിൽ. പോങ് ഡാം എന്ന പേരിൽ അറിയപ്പെടുന്നത് മഹാറാണ പ്രതാപ് സാഗർ അണക്കെട്ടാണ്. ബിയാസ് സ്ഥിതി ചെയ്യുന്നു, ഹിമാചൽ പ്രദേശിലെ ബിയാസിൽ. തപോവൻ വിഷ്ണുഘാട്ട് ജലവൈദ്യുത പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. കൃഷ്ണരാജസാഗർ ഡാമിൻ്റെ മറ്റൊരു പേര് വിശ്വേശ്വരയ്യ ഡാം എന്നാണ്. കൃഷ്ണരാജസാഗർ ഡാമിൻ്റെ മറ്റൊരു പേര്. ഉമിയാം വിവിധോദ്ദേശ പവർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലാണ്. മധ്യപ്രദേശിൻ്റെയും
രാജസ്ഥാൻ്റെയും സംയുക്ത സംരംഭമാണ് ചമ്പൽ പ്രോജക്റ്റ്. ഈ 2 സംസ്ഥാനങ്ങളും ചമ്പൽ പദ്ധതിയുടെ ഗുണഭോക്താക്കളുമാണ്. കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ജമ്മു ആൻഡ് കാശ്മീരിലാണ്. ബഗ്ലിഹാർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ചിനാബ് നദിയാണ്, ജമ്മു കാശ്മീരിലെ ചിനാബ്. ഉറി പവർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്ന നദി ചലം. കക്രപ്പാറ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്ന നദി താപ്തിയാണ്, ഗുജറാത്തിലെ താപ്തിയിലാണ് കക്രപ്പാറ. ഉറി പവർ പ്രോജക്റ്റ് ചലം നദിയിലും കക്രപ്പാറ താപ്തിയിലും, ബഗ്ലിഹാർ ഡാം ചിനാബ് ജമ്മു കാശ്മീരിലെ ചിനാബിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി ജമ്മു കാശ്മീരിലാണ്. രവി നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഡാമാണ് തെയ്ൻ ഡാം അഥവാ രഞ്ജിത്ത് സാഗർ ഡാം. പൈത്താൻ ജേക്കബ്വാഡി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്? ജപ്പാൻ. കാർഗിലിലെ സുറ്റക് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്ന നദീതീരം സുരു നദീതീരത്താണ്. ശ്രദ്ധിക്കുക, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡ് അണക്കെട്ടാണ്. ഒഡീഷയിലെ മഹാനദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് തെഹ്രി അണക്കെട്ടാണ്. ഭഗീരഥി നദി ഉത്തരാഖണ്ഡ് സ്ഥിതി ചെയ്യുന്നു. ഫക്രാനങ്കൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് ഫക്രാനങ്കൽ. സംഭരണശേഷിയുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഇന്ത്യയിലെ ഉയരം കൂടിയ 2ാമത്തെ അണക്കെട്ട് ഫക്രാനങ്കൽ. ഫക്ര അണക്കെട്ട് രൂപം കൊടുക്കുന്ന തടാകം ഗോബിന്ദ് സാഗർ തടാകമാണ്. ഫക്ര ഡാം, നങ്കൽ ഡാം എന്നിവ സ്ഥിതി ചെയ്യുന്ന നദി സത്ലജ്. ഫക്ര, നങ്കൽ അണക്കെട്ടുകളുടെ പ്രയോജനം ലഭിക്കുന്ന പ്രദേശങ്ങൾ ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ഡൽഹി എന്നിവയൊക്കെയാണ്. ഫക്രാനങ്കൽ അണക്കെട്ടിൻ്റെ നിർമ്മാണത്തിൽ പങ്കെടുത്ത ഏക വിദേശിയായിരുന്നു ഹാർവിസ് ലോക്കം. അതേപോലെ താപവൈദ്യുതിയെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി താപവൈദ്യുതിയാണ്. താപവൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഇന്ധനം കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം, ഭൂഗർഭ ചൂട്, നീരുറവ എന്നിവയൊക്കെയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വൈദ്യുത ഉൽപ്പാദന കമ്പനിയാണ് നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ NTPC. NTPC നിലവിൽ വന്ന വർഷം 1975. NTPCയുടെ ആസ്ഥാനം ന്യൂഡൽഹി. ഒരു ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച NTPCയുടെ താപവൈദ്യുത നിലയം താൽച്ചറാണ്, ഒഡീഷയിലെ താൽച്ചർ. നെയ്വേലി തെർമൽ പവർ സ്റ്റേഷൻ ഏത് രാജ്യത്തിൻ്റെ സഹകരണത്തോടെയാണ് സ്ഥാപിച്ചത്? റഷ്യ. ഇന്ത്യയിലെ ആദ്യത്തെ പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടറാണ് രാജസ്ഥാനിലെ കോട്ട. കോട്ട തെർമൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? രാജസ്ഥാനിലെ ചമ്പൽ നദീതീരത്ത്. താപവൈദ്യുതി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. ഇന്ത്യയുടെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ഏറ്റവും വലിയ താപവൈദ്യുത നിലയം വിന്ധ്യാചൽ തെർമൽ പവർ സ്റ്റേഷൻ മധ്യപ്രദേശ്. 2ാമത്തേത് മുദ്രൻ തെർമൽ പവർ സ്റ്റേഷൻ ഗുജറാത്തുമാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട താപവൈദ്യുത നിലയങ്ങൾ അത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനവും നോക്കാം. വിന്ധ്യാചൽ മധ്യപ്രദേശ്, മുന്ദ്രോ ഗുജറാത്ത്, താൽച്ചർ ഒഡീഷ, സിപാറ്റ് ഛത്തീസ്ഗഡ്, ദാദ്രി ഉത്തർപ്രദേശ്, രാമഗുണ്ടം തെലുങ്കാന, കോർബ ഛത്തീസ്ഗഡ്, റിഹാൻഡ് ഉത്തർപ്രദേശ്, ജാർസുഗുഡ ഒഡീഷയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. പത്രദു വിദ്യോത് ഉത്പാൻ നിഗം ലിമിറ്റഡ് PVUNL താപോർജ നിലയം സ്ഥാപിതമാകുന്ന സംസ്ഥാനം ജാർഖണ്ഡാണ്. കാകാതീയ തെർമൽ പവർ പ്രോജക്റ്റ് സ്ഥാപിതമായിട്ടുള്ള സംസ്ഥാനം തെലങ്കാന. ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡിൻ്റെ അതായത് BHELൻ്റെ ആദ്യത്തെ 800 മെഗാവാട്ട് തെർമൽ പവർ പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചത് റെയ്ച്ചൂറാണ്, കർണാടകത്തിലെ റെയ്ച്ചൂർ. ദുവാരൻ തെർമൽ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്ത്. കോർബ, സിപാറ്റ് വൈദ്യുത നിലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ്. ഇന്ത്യയിൽ പുതുതായിട്ട് നിലവിൽ വരുന്ന താപവൈദ്യുത നിലയങ്ങളാണ് ബക്സർ ബീഹാറിലും കുർജ ഉത്തർപ്രദേശിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ആണവോർജം. ബ്രൗൺ എനർജി എന്ന വിഭാഗത്തിൽ വരുന്ന ഊർജ സ്രോതസ്സാണ് ആണവ നിലയം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആണവ വൈദ്യുതി വിതരണം ചെയ്യുന്ന രാജ്യം ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ആണവ വൈദ്യുതി വിതരണം ചെയ്യുന്ന രാജ്യം
റഷ്യ ആണ്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി നിലവിൽ വന്നത് 1957. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനം ഓസ്ട്രിയയിലെ വിയന്ന ആണ്. വിയന്ന. ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂക്ലിയർ സപ്ലയേഴ്സ് ഇൻഷുറൻസ് പോളിസിയാണ് ഇന്ത്യൻ ന്യൂക്ലിയർ ഇൻഷുറൻസ് പൂൾ INIP. കൊവാഡെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് നിലവിൽ വരുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഏറ്റവും കൂടുതൽ ന്യൂക്ലിയർ ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം തമിഴ്നാട്. ഏറ്റവും കൂടുതൽ ആണവ വൈദ്യുത നിലയങ്ങളുള്ള സംസ്ഥാനവും തമിഴ്നാടാണ്. ഇന്ത്യയിലെ ആണവ വൈദ്യുതി നിലയങ്ങളെ നിയന്ത്രിക്കുന്നത് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. 1987 ഇത് സ്ഥാപിതമായത്. ആണവ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ധാതുക്കൾ യുറേനിയവും തോറിയവും ആണ്. 941 ദിവസം തുടർച്ചയായിട്ട് പ്രവർത്തിച്ച് ലോക റെക്കോർഡ് നേടിയ ഇന്ത്യയിലെ ആണവ നിലയമാണ് കൈഗ. നിലവിൽ 962 ദിവസം തുടർച്ചയായിട്ട് പ്രവർത്തിച്ച കൈഗ ആണവ നിലയം ലോക റെക്കോർഡ് നേടി 2018 ഡിസംബർ 31 പ്രകാരം. ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ് രാജാ രാമണ്ണ. ഇന്ത്യൻ ആണവോർജത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ HJ ഫാഫയാണ്. BARC. ഇന്ത്യയിലെ ഏറ്റവും വലിയ അറ്റോമിക് റിസർച്ച് സെൻറ്റർ ആണ് ബാർക്ക്. ഫാഫ അറ്റോമിക് റിസർച്ച് സെൻറ്റർ. ഇന്ത്യയുടെ ആദ്യ ആണവ ഗവേഷണ നിലയമാണ് ഫാഫ അറ്റോമിക് റിസർച്ച് സെൻറ്റർ. ബാർക്കിന് മുമ്പ് അറിയപ്പെടുന്നത് അറ്റോമിക് എനർജി എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്നാണ്. ബാർക്ക് നിലവിൽ വന്ന വർഷം 1954 ജനുവരി 3 ഫാഫ അറ്റോമിക് റിസർച്ച് സെൻറ്റർ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്ത വർഷം 1957 ജനുവരി 20 ജവഹർലാൽ നെഹ്റു ആണ്. ബാർക്കിന് ആ പേര് നൽകിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. വർഷം 1967 ബാർക്കിൻ്റെ ആദ്യ ഡയറക്ടർ ഹോമി ജഹാംഗീർ ഫാഫ. ബാർക്കിൻ്റെ ആസ്ഥാനം ട്രോംബെ. ഏഷ്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുത ഉൽപ്പാദന കേന്ദ്രമാണ് ട്രോംബെ. ബാർക്കിൻ്റെ ആപ്തവാക്യം ആറ്റംസ് ഇൻ ദ സർവീസ് ഓഫ് ദ നേഷൻ. ബാർക്കിന് കീഴിലുള്ള പ്രധാന റിസർച്ച് റിയാക്ടറുകളാണ് അപ്സര, സിറസ്, ധ്രുവ, കാമിനി, പൂർണിമ 1, പൂർണിമ 2, പൂർണിമ 3, സെർലീന എന്നിവയൊക്കെയാണ്. ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1948 ഓഗസ്റ്റ് മാസം 10 ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ഡോക്ടർ ഹോമി ജെ ഫാഫയാണ്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് അതായത് TIFR സ്ഥാപിതമായിട്ടുള്ള വർഷം 1945. TIFRൻ്റെ ആദ്യ ചെയർമാൻ HJ ഫാഫ. ഇന്ത്യൻ അറ്റോമിക് എനർജി ആക്ട് നിലവിൽ വന്നത് 1948 ഏപ്രിൽ 15. നിലവിൽ ഉള്ളത് അറ്റോമിക് എനർജി ആക്ട് 1962. ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ കീഴിലായിട്ടുള്ള വർഷം 1958 മാർച്ച് 1 ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജി DAE അണുശക്തി വകുപ്പും രൂപീകരിച്ച വർഷം 1954 ഓഗസ്റ്റ് മാസം 3 DAE ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ ചുമതല വഹിക്കുന്നത് പ്രധാനമന്ത്രി. DAEയുടെ ആസ്ഥാനം മുംബൈ. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞൻ ഡോക്ടർ രാജാരാമണ്ണ. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയപ്പോൾ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ഇന്ത്യ ആദ്യമായിട്ട് ആണവ വിസ്ഫോടനം നടത്തിയത് 1974 മെയ് മാസം 18. ഇന്ത്യ ആദ്യമായിട്ട് ആണവ വിസ്ഫോടനം നടത്തിയ സ്ഥലം രാജസ്ഥാനിലെ പൊക്രാനാണ്. ഇന്ത്യയുടെ പ്രഥമ ആണവ പരീക്ഷണം നടത്തുമ്പോൾ ആണവോർജ കമ്മീഷൻ്റെ ചെയർമാൻ ഹോമി സെത്നെ ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ വിസ്ഫോടന പരീക്ഷണത്തിന് നൽകിയിരുന്ന രഹസ്യനാമമാണ് ബുദ്ധൻ ചിരിക്കുന്നു. ഇന്ത്യ രണ്ടാമതായിട്ട് ആണവ വിസ്ഫോടനം നടത്തിയത് 1998 മെയ് 11, 13 ഇന്ത്യയുടെ രണ്ടാം ആണവ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞൻ ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ പിതാവാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യയിൽ സാങ്കേതിക വിദ്യാ ദിനമായിട്ട് ആചരിക്കുന്നത് മെയ് 11. 1998 പൊക്രാനിൽ ഇന്ത്യ നടത്തിയ അണുപരീക്ഷണം അറിയപ്പെടുന്നത് ഓപ്പറേഷൻ ശക്തി എന്നാണ്. ഓപ്പറേഷൻ ശക്തിയുടെ മറ്റൊരു പേര് ബുദ്ധൻ വീണ്ടും ചിരിക്കുന്നു.
ഇന്ത്യയുടെ രണ്ടാം ഘട്ട ആണവ പരീക്ഷണങ്ങൾ നടത്തിയപ്പോൾ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആണ്. ഇന്ത്യ ഹൈഡ്രജൻ ബോംബ് പരീക്ഷണം നടത്തിയ വർഷം 1998. ഇന്ത്യ ആണവായുധങ്ങളുടെ സമ്പൂർണ്ണ നിയന്ത്രണം വഹിക്കുന്നത് സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡ് ആണ്. ആണവോർജം ഉപയോഗിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന ലോകത്തിലെ ആദ്യ മുങ്ങിക്കപ്പലാണ് നോട്ടിലസ്. US-ൻ്റെ അധീനതയിലാണ് വരുന്നത്. പാകിസ്ഥാൻ്റെ പരീക്ഷണം. പാകിസ്ഥാൻ ആദ്യമായിട്ട് നടത്തിയ ആണവ പരീക്ഷണമാണ് ചഗായ് 1 ബലൂചിസ്ഥാനിലാണ് നടത്തിയത്. പാകിസ്ഥാനിൽ ആറ്റം ബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അബ്ദുൽ ഖദീർ ഖാൻ ആണ്. പാകിസ്ഥാൻ ജൈവ പദ്ധതിയുടെ പിതാവ് അബ്ദുൽ ഖദീർ ഖാനാണ്. അറ്റോമിക് റിസർച്ച് സെൻ്ററുകൾ, അത് സ്ഥിതി ചെയ്യുന്ന സ്ഥലവും സ്ഥാപിതമായിട്ടുള്ള വർഷവും കൂടി നോക്കാം. അറ്റോമിക് മിനറൽസ് ഡയറക്ടർ ഫോർ എക്സ്പ്ലോറേഷൻ ആൻഡ് റിസർച്ച് AMD ഹൈദരാബാദാണ്. സ്ഥാപിതമായത് 1949. ഫാഫ അറ്റോമിക് റിസർച്ച് സെൻറ്റർ ബാർക്ക് ട്രോംബയിലാണ്. മഹാരാഷ്ട്രയിലെ ട്രോംബയിൽ വർഷം 1954. ഇന്ദിരാഗാന്ധി സെൻറ്റർ ഫോർ അറ്റോമിക് റിസർച്ച് IGCAR തമിഴ്നാട്ടിലെ കൽപ്പാക്കത്ത് വർഷം 1971. വേരിയബിൾ എനർജി സൈക്ലോട്രോൺ സെൻറ്റർ VECC കൊൽക്കത്തയിലാണ്. വർഷം 1977. രാജാരാമണ്ണ സെൻറ്റർ ഫോർ അഡ്വാൻസ്ഡ് ടെക്നോളജി RRCAT മധ്യപ്രദേശിലെ ഇൻഡോറിൽ 1984 സ്ഥാപിതമായിട്ടുണ്ട്. അടുത്തതായിട്ട് നോക്കാനുള്ളത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആണവ നിലയങ്ങളെക്കുറിച്ചാണ്. ബ്രൗൺ എനർജി എന്ന വിഭാഗത്തിൽ വരുന്ന ഊർജ സ്രോതസ്സാണ് ആണവ നിലയം. ആദ്യമായിട്ട് താരാപൂർ. ഇന്ത്യയിൽ ഇന്ന് സ്ഥാപിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ആണവ നിലയമാണ് താരാപൂർ. ഇന്ത്യയിലെ ആദ്യത്തെ അണുവൈദ്യുത നിലയമാണ് താരാപൂർ. മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്നു. ഫുക്കുഷിമയിൽ സമാനമായിട്ടുള്ള റിയാക്ടറാണ് ഇതിലുള്ളത്. താരാപൂർ അറ്റോമിക് പവർ സ്റ്റേഷൻ നിലവിൽ വന്ന വർഷം 1969 ഒക്ടോബർ മാസം 28. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആണവ നിലയങ്ങൾ നോക്കാം. താരാപൂർ മഹാരാഷ്ട്ര, ജയ്താംപൂർ മഹാരാഷ്ട്ര, കൂടംകുളം തമിഴ്നാട്, കൽപ്പാക്കം തമിഴ്നാട്, കോട്ട റാവത്ത് ഭട്ട് സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാൻ, കക്രപ്പാറ ഗുജറാത്ത്, കൈഗ കർണാടകം, നറോറ ഉത്തർപ്രദേശ്, കൊവാഡ ആന്ധ്രാപ്രദേശിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. റാപ്സ് രാജസ്ഥാൻ അറ്റോമിക് പവർ സ്റ്റേഷൻ രാജസ്ഥാനിലെ ചിത്തോർഗഡ് ജില്ലയിലെ റാവത്ത് ഭട്ടയ്ക്കടുത്തുള്ള സ്ഥിതി ചെയ്യുന്ന ആണവ നിലയമാണ് റാപ്സ്. 100-200 മെഗാവാട്ട് വീതം ഉൽപ്പാദനശേഷിയുള്ള ഓരോ യൂണിറ്റും 220 മെഗാവാട്ട് ശേഷിയുള്ള 4 യൂണിറ്റുകളും ഇപ്പോൾ ഈ നിലയത്തിലുണ്ട്. 700 മെഗാവാട്ടിൻ്റെ 2 പുതിയ റിയാക്ടറുകളും നിർമ്മാണ പ്രവർത്തനം നടക്കുന്നു. അടുത്തതായിട്ട് മാപ്സ് മദ്രാസ് അറ്റോമിക് പവർ സ്റ്റേഷൻ കൽപ്പാക്കത്ത് സ്ഥിതി ചെയ്യുന്നു. തമിഴ്നാട്ടിൽ ചെന്നൈ നഗരത്തിൽ നിന്നും ഏകദേശം 80 കിലോമീറ്റർ അകലെയായിട്ട് കൽപ്പാക്കത്ത് സ്ഥിതി ചെയ്യുന്നു. നറോറ ആണവ നിലയം പ്രവർത്തനം ആരംഭിച്ചത് 1991 ജനുവരി മാസം 1 നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ബുലന്ദ് ഷെഹർ ജില്ലയിലാണ്. ഉത്തർപ്രദേശിലെ ബുലന്ദ് ഷെഹർ. നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് ഗംഗ. അടുത്തതായിട്ട് കൈഗ സ്ഥിതി ചെയ്യുന്നത് ഉത്തര കർണാടകത്തിലാണ്. കൈഗ നിലയം പ്രവർത്തനം ആരംഭിച്ചത് 2000 നവംബർ 16. കൈഗ ആണവ നിലയത്തിന് സമീപത്ത് കൂടി ഒഴുകുന്ന നദിയാണ് കാളിങ്ങി നദി. 962 ദിവസം തുടർച്ചയായിട്ട് പ്രവർത്തിച്ച് ലോക റെക്കോർഡ് നേടിയ ഇന്ത്യയിലെ ആണവ നിലയമാണ് കൈഗ. 2018 ഡിസംബർ 31 പ്രകാരമുള്ള കണക്കാണ്. 6 ആണവ വൈദ്യുത നിലയങ്ങൾ നിർമ്മിക്കാനായിട്ട് ഇന്ത്യയുമായിട്ട് കരാറിലേർപ്പെട്ട രാജ്യം അമേരിക്കയാണ്. കൂടംകുളം പദ്ധതിയെക്കുറിച്ച് നോക്കാം. കൂടംകുളം ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന ജില്ല തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലാണ്. കൂടംകുളം പദ്ധതിയുമായിട്ട് സഹകരിക്കുന്ന രാജ്യം റഷ്യ. കൂടംകുളം പദ്ധതി ഒപ്പുവെച്ച വർഷം 1988 നവംബർ 20. കൂടംകുളം പദ്ധതിയിൽ ഒപ്പുവെച്ച വ്യക്തികൾ രാജീവ് ഗാന്ധി, മിഖായേൽ ഗോർബച്ചേവുമാണ്. അന്നത്തെ റഷ്യൻ പ്രസിഡൻ്റായിട്ടുള്ള മിഖായേൽ ഗോർബച്ചേവ്. കൂടംകുളം കമ്മീഷൻ ചെയ്ത വർഷം 2013 ഒക്ടോബർ 22 യൂണിറ്റ് 1 ആണ്. കൂടംകുളം പദ്ധതിയുടെ മേൽനോട്ടം വഹിക്കുന്ന ഇന്ത്യൻ സ്ഥാപനം NPCIL ആണ്. കൂടംകുളം ആണവ നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം
സമ്പുഷ്ട യുറേനിയം അഥവാ യുറേനിയം 235 235 ആണ്. കൂടംകുളം റിയാക്ടറിൽ ഉപയോഗിച്ചിരിക്കുന്ന മോഡറേറ്റർ മൃദുജലമാണ് അഥവാ ലൈറ്റ് വാട്ടറാണ്. കൂടംകുളം പദ്ധതിയുടെ നിർമ്മാണത്തിന് എതിരെ രംഗത്ത് വന്ന നേതാവ് SP ഉദയകുമാറാണ്. അടുത്തതായിട്ട് കക്രപ്പാറ. ഗുജറാത്തിലെ കക്രപ്പാറ ആണവ നിലയം പ്രവർത്തനം ആരംഭിച്ച വർഷം 1993 മെയ് മാസം 6-ാം തീയതി. ഫാസ്റ്റ് ബ്രീഡർ ടെസ്റ്റ് റിയാക്ടർ FBTR ഫാസ്റ്റ് ബ്രീഡർ ടെസ്റ്റ് റിയാക്ടറാണ് നിലവിൽ വന്നത് 16 ഡിസംബർ 1985 കൽപ്പാക്കത്താണ്. FBTR ഉപയോഗിക്കുന്ന ഇന്ധനം പ്ലൂട്ടോണിയം യുറേനിയം മിശ്രിതവുമാണ്. ഫാസ്റ്റ് ബ്രീഡർ ടെക്നോളജി ഉപയോഗിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 6. പ്ലൂട്ടോണിയം, യുറേനിയം കാർബൈഡ് എന്നിവ ആണവ ഇന്ധനമായിട്ട് ഉപയോഗിച്ച ആദ്യ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയും റഷ്യയും സംയുക്തമായിട്ട് ബംഗ്ലാദേശിൽ നിർമ്മിക്കുന്ന ആണവ നിലയമാണ് റുപ്പൂർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ പ്ലാന്റ് സ്ഥാപിതമാകുന്നത് ജയ്താപൂർ ആണവ പ്ലാന്റ് സ്ഥാപിതമാകുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിലാണ്. ജയ്താപൂരിൽ ആണവ പ്ലാന്റ് സ്ഥാപിക്കാൻ സഹായം നൽകുന്ന വിദേശ രാജ്യം ഫ്രാൻസ്. കമ്പനി അരീവ. ഊർജ്ജ ഉൽപ്പാദനം നടക്കുന്നതിനോടൊപ്പം മറ്റൊരു ന്യൂക്ലിയർ റിയാക്ഷൻ ആവശ്യമായിട്ടുള്ള ഇന്ധനം കൂടി ഉൽപ്പാദിപ്പിക്കുന്ന ആണവ റിയാക്ടറാണ് ബ്രീഡർ റിയാക്ടറുകൾ. ഇന്ദിരാഗാന്ധി സെൻറ്റർ ഫോർ അറ്റോമിക് റിസർച്ച് IGCAR ഫാസ്റ്റ് ബ്രീഡർ പ്രവർത്തനങ്ങളുടെ വികസനങ്ങൾക്കാവശ്യമായിട്ട് സ്ഥാപിതമായിട്ടുള്ള റിസർച്ച് സെൻ്ററാണ് IGCAR. IGCAR മുൻപ് അറിയപ്പെട്ടിരുന്നത് റിയാക്ടർ റിസർച്ച് സെൻറ്റർ എന്നാണ്. IGCAR സ്ഥാപിതമാകുന്നത് തമിഴ്നാട്ടിലെ കൽപ്പാക്കത്തിലും. IGCAR എന്ന പേര് ലഭിച്ചത് 1985-ലുമാണ്. ആണവ റിയാക്ടറുകൾ. ആദ്യകാലങ്ങളിൽ അറ്റോമിക റിയാക്ടറുകൾ അറിയപ്പെടുന്ന പേര് അറ്റോമിക പൈൽ എന്നാണ്. ഇന്ത്യയുടെ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ആണവ റിയാക്ടറാണ് അപ്സര. 1956 ആഗസ്റ്റ് 4-ന് സ്ഥാപിതമായി. 2009 ഇത് നിർത്തലാക്കി. ഇന്ത്യയിലെ സ്വിമ്മിംഗ് പൂൾ ടൈപ്പ് റിസർച്ച് റിയാക്ടറാണ് അപ്സര U. അപ്സര പദ്ധതി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ട്രോംബെയാണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ റിയാക്ടറാണ് സിറസ്. 1960 ജൂലൈ 1-ന് സ്ഥാപിച്ചു. സിറസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലവും ട്രോംബെയാണ്. പൂർണ്ണമായിട്ടും പ്രവർത്തനം നിർത്തലാക്കിയ ആണവ റിയാക്ടറാണ് സിറസ്. 2010 നിർത്തലാക്കി. സെർലീന ആണവ റിയാക്ടർ പ്രവർത്തനം ആരംഭിച്ചത് 1961 ജനുവരി 14. 1972 മെയ് 18-ന് ട്രോംബെയിൽ പ്രവർത്തനം ആരംഭിച്ച ആണവ റിയാക്ടറാണ് പൂർണിമ ഫസ്റ്റ്. യുറേനിയം 233 ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആണവ റിയാക്ടറാണ് പൂർണിമ 2. പൂർണിമ 2 പ്രവർത്തനം ആരംഭിച്ച വർഷം 1984 മെയ് 10. പൂർണിമ 3 പ്രവർത്തനം ആരംഭിച്ചത് 1990 നവംബർ 9-നാണ്. പൂർണിമ 1, 2, 3 എന്നിവ ഇപ്പോൾ ഡീകമ്മീഷൻ ചെയ്തിരിക്കുകയാണ്. കാമിനി. ഇന്ത്യയുടെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ ന്യൂട്രോൺ റിയാക്ടറാണ് കാമിനി. മനുഷ്യനിർമ്മിതമായ യുറേനിയം 233 ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ന്യൂട്രോൺ റിയാക്ടറാണ് കാമിനി. യുറേനിയം 233 ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്ത ലോകത്തിലെ ആദ്യ റിയാക്ടറാണ് കാമിനി. കാമിനിയുടെ പ്രവർത്തനം ആരംഭിച്ചത് 1996-ലും കാമിനി കമ്മീഷൻ ചെയ്തത് 1989-ലുമാണ്. ഫാസ്റ്റ് ബ്രീഡർ സംവിധാനം വികസിപ്പിച്ചെടുത്ത വികസ്വര രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 1. അടുത്തതായിട്ട് ധ്രുവ. 100 മെഗാവാട്ട് ശേഷിയുള്ള ഇന്ത്യയുടെ ആണവ റിയാക്ടറാണ് ധ്രുവ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ന്യൂക്ലിയർ റിസർച്ച് സെൻ്ററാണ് ധ്രുവ. ധ്രുവ സ്ഥിതി ചെയ്യുന്ന സ്ഥലം മുംബൈ. ധ്രുവ റിയാക്ടർ പ്രവർത്തനം ആരംഭിച്ചത് 1985-ലാണ്. ധ്രുവ റിയാക്ടറിന് ആ പേര് നൽകിയ മുൻ ഇന്ത്യൻ രാഷ്ട്രപതി ഗ്യാനി സെയിൽ സിംഗ് ആണ്. പ്രധാന ആണവ ദുരന്തങ്ങൾ. 3 മൈൽ ഐലൻഡ് ആണവ ദുരന്തം നടന്ന രാജ്യം അമേരിക്ക. വർഷം 1979 മാർച്ച് 28. ചെർണോബിൽ ഐലൻഡ് ആണവ ദുരന്തം നടന്ന രാജ്യം ഉക്രൈൻ. 1986 ഏപ്രിൽ 26. ഫുക്കുഷിമ ആണവ ദുരന്തം നടന്ന രാജ്യം ജപ്പാൻ. 2011 മാർച്ച് 11-നാണ് നടന്നത്.
ആണവോർജ സ്ഥാപനങ്ങൾ. അറ്റോമിക എനർജി ഡിപ്പാർട്ട്മെൻറ്റ് DAE കീഴിലുള്ള 3 പ്രധാന വാണിജ്യ സ്ഥാപനങ്ങളാണ് ഹെവി വാട്ടർ ബോർഡ് HWB, ന്യൂക്ലിയർ ഫ്യുവൽ കോംപ്ലക്സ് NFC, ബോർഡ് ഓഫ് റേഡിയേഷൻ ആൻഡ് ഐസോട്ടോപ്പ് ടെക്നോളജി BRIT. ഹെവി വാട്ടർ ബോർഡ് നിലവിൽ വന്ന വർഷം 1969. ഹെവി വാട്ടർ ബോർഡ് മുൻപ് അറിയപ്പെട്ടിരുന്നത് ഹെവി വാട്ടർ പ്രോജക്ട്സ് എന്നാണ്. ഹെവി വാട്ടർ ബോർഡ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം മുംബൈ. ഹെവി വാട്ടർ ബോർഡിന് കീഴിലുള്ള പ്രധാന ജല ഉൽപ്പാദന പ്ലാന്റുകളാണ് ബറോഡ, തൂത്തുക്കുടി, കോട്ട, തൽച്ചർ, താൽ, ഹസീറ, മനുഗുരു തുടങ്ങിയവയൊക്കെയാണ്. ന്യൂക്ലിയർ ഫ്യുവൽ കോംപ്ലക്സ് NFC ഇന്ത്യയിലെ ആണവ റിയാക്ടറുകൾക്ക് ന്യൂക്ലിയർ ഇന്ധനങ്ങളും റിയാക്ടർ കോർ ഘടകങ്ങളും വിതരണം ചെയ്യുന്ന സ്ഥാപനമാണ് NFC. പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടറുകൾ PHWR വേണ്ടിയുള്ള ഇന്ധനങ്ങൾ നിർമ്മിക്കുന്ന സ്ഥാപനമാണ് NFC. NFC സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഹൈദരാബാദ്. NFC സ്ഥാപിതമായിട്ടുള്ള വർഷം 1971. ബോർഡ് ഓഫ് റേഡിയേഷൻ ആൻഡ് ഐസോട്ടോപ്പ് ടെക്നോളജി BRIT വ്യവസായം, കാർഷികം, ആരോഗ്യം, ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ റേഡിയോ ഐസോട്ടോപ്പ് റേഡിയേഷൻ ടെക്നോളജി എന്നിവയുടെ ഉപയോഗം പ്രയോജനപ്പെടുത്തുന്നതിനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് BRIT. BRIT സ്ഥിതി ചെയ്യുന്ന സ്ഥലം നവി മുംബൈ. BRITയുടെ സ്ഥാപിതമായിട്ടുള്ള വർഷം 1989. അറ്റോമിക എനർജി ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമാണ് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് NPCIL. ഇന്ത്യയിലെ ആണവ സ്ഥാപനങ്ങളുടെ നിർമ്മാണവും പ്രവർത്തനവും നിയന്ത്രിക്കുന്ന സ്ഥാപനമാണ് NPCIL. NPCIL സ്ഥാപിതമായിട്ടുള്ള വർഷം 1987. NPCIL സ്ഥിതി ചെയ്യുന്ന സ്ഥലം മുംബൈ. അറ്റോമിക് പവർ സ്റ്റേഷൻ്റെ നിയന്ത്രണ ചുമതലയുള്ള സ്ഥാപനമാണ് NPCIL. UCIL യുറേനിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. യുറേനിയം അയിരുകളുടെ ഖനനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിയന്ത്രണത്തിനായിട്ട് സ്ഥാപിതമായിട്ടുള്ള സ്ഥാപനമാണ് UCIL. UCIL സ്ഥാപിതമായിട്ടുള്ള വർഷം 1967 ഒക്ടോബർ 4. UCIL സ്ഥിതി ചെയ്യുന്ന സ്ഥലം ജാദുഗുഡ, ജാർഖണ്ഡാണ്. UCIL ഇന്ത്യയിലെ ആദ്യത്തെ യുറേനിയം ഖനി ആരംഭിച്ച സ്ഥലം ജാദുഗുഡ. യുറേനിയം കാണപ്പെടുന്ന ഇന്ത്യയിലെ പ്രധാന സ്ഥലങ്ങളാണ് ജാദുഗുഡ, സിംഗ്ഫം ജാർഖണ്ഡിലെ സിംഗ്ഫം, റോഹിൻ ഘടേശ്വർ രാജസ്ഥാനിലെ, മേഘാലയയിലെ മഹാദേക്, അതേപോലെ വെംപല്ലി, ആന്ധ്രാപ്രദേശിലെ ശ്രീശൈലം, കർണാടകത്തിലെ ഗോഗി എന്നിവയൊക്കെയാണ്. IREL ഇന്ത്യ റെയർ എർത്ത് ലിമിറ്റഡ്. IREL സ്ഥാപിതമായ വർഷം 1950. IREL സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. IRELൻ്റെ ആദ്യ യൂണിറ്റ് റെയർ എർത്ത് ഡിവിഷൻ തോറിയം ഉൽപ്പാദനവുമായിട്ട് ബന്ധപ്പെട്ടാണ്. RED റെയർ എർത്ത് ഡിവിഷൻ സ്ഥാപിതമായിട്ടുള്ള സ്ഥലം കേരളത്തിലെ ആലുവയിലാണ്. റഷ്യയിലെ ന്യൂക്ലിയർ ഏജൻസിയാണ് റോസ്തം. ബ്രിട്ടൻ്റെ ന്യൂക്ലിയർ ലബോറട്ടറി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ക്രിസ്മസ് അറ്റോൾ ആണ്. USAയുടെ ന്യൂക്ലിയർ ലബോറട്ടറി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ബിക്കിനി അറ്റോൾ. തോറിയം കാണപ്പെടുന്ന പ്രധാന സംസ്ഥാനങ്ങളാണ് കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ. ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ECIL സ്ഥാപിതമായ വർഷം 1967. ECIL സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഹൈദരാബാദാണ്. ഗവേഷണ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലവും സ്ഥാപിച്ച വർഷവും നോക്കാം. അറ്റോമിക് എനർജി കമ്മീഷൻ AEC മുംബൈയിലാണ്. വർഷം 1948. ഹൈ ആൾട്ടിറ്റ്യൂഡ് റിസർച്ച് ലബോറട്ടറി കാശ്മീരിലെ ഗുൽമാർഗിൽ 1963. സെൻട്രൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CMERE വെസ്റ്റ് ബംഗാളിലെ ദുർഗാപൂറാണ് സ്ഥിതി ചെയ്യുന്നത്. 1958 സ്ഥാപിതമായി. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈനിങ് ആൻഡ് ഫ്യൂവൽ റിസർച്ച് CIMFR ജാർഖണ്ഡിലെ ധൻബാദിൽ സ്ഥിതി ചെയ്യുന്നു. 2007 മുതൽ സ്ഥാപിതമായി. റേഡിയോ ആസ്ട്രോണമി സെൻറ്റർ ഉദഗമണ്ഡലം ആണ്. 1968 സ്ഥാപിതമായി. സഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ് SINP കൊൽക്കട്ടയിലാണ് സ്ഥാപിതമായത്. വർഷം 1950.
ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് TIFR മുംബൈയിൽ 1945. ടാറ്റ മെമ്മോറിയൽ സെൻറ്റർ TMC മുംബൈയിൽ 1941 സ്ഥാപിതമായി. ഇന്ത്യയുടെ ആദ്യ ഓഷ്യൻ തെർമൽ എനർജി കൺസർവേഷൻ പ്ലാന്റ് OTEC സ്ഥാപിതമാക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയാണ്. ഇന്ത്യയിലെ വൈദ്യുതി ഉൽപ്പാദനത്തിൽ ആണവശക്തിക്ക് 4ാം സ്ഥാനമാണ് ഉള്ളത്. താപവൈദ്യുതി, ജലവൈദ്യുതി, പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവ എന്നിവയാണ് ആദ്യ സ്ഥാനങ്ങളിലുള്ളത്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയിൽ അറ്റോമിക പവർ സ്റ്റേഷൻ്റെ പങ്ക് 3%. ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ആയിട്ടുള്ള IAEA സ്ഥാപിതമായ വർഷം 1957 ജൂലൈ 29. IAEAയുടെ ആസ്ഥാനം വിയന്ന, ഓസ്ട്രിയയിലെ വിയന്നയാണ്. ന്യൂക്ലിയർ ലയബിലിറ്റി ആക്ട് ആണവ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട കഷ്ടത അനുഭവിക്കുന്നവർക്കായിട്ടുള്ള നഷ്ടപരിഹാര ആക്ട് പാർലമെൻറ്റ് പാസ്സാക്കിയത് 2010 ഓഗസ്റ്റ് 25. പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ. പാരമ്പര്യേതര വൈദ്യുത ഊർജ ഉറവിടങ്ങളാണ് സൗരോർജം, കാറ്റിൽ നിന്നുള്ള വൈദ്യുതി, തിരമാലയിൽ നിന്നുള്ള വൈദ്യുതി, ഗെയ്സറുകൾ, ബയോഗ്യാസ് എന്നിവയൊക്കെയാണ്. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക, ഗുജറാത്ത്, കേരളം, മഹാരാഷ്ട്ര എന്നിവയൊക്കെയാണ്. കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം തമിഴ്നാട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് കാറ്റാടിപ്പാടങ്ങൾ സ്ഥാപിച്ച വർഷം 1986. ഇന്ത്യയിൽ ഏറ്റവും വലിയ കാറ്റാടിപ്പാടമാണ് മുപ്പന്തൽ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കാറ്റാടി ഫാമുകളാണ് മുപ്പന്തൽ തമിഴ്നാട്, വാങ്കു സവദേ സത്താറ മഹാരാഷ്ട്രയിലും, സാമന്ന ഗുജറാത്തിലെ രാജ്കോട്ടിലും, ജയ്സാൽമീർ രാജസ്ഥാനുമായിട്ട് സ്ഥിതി ചെയ്യുന്നു. ലോകത്തിലെ ആദ്യത്തെ ഒഴുകുന്ന കാറ്റാടിപ്പാടം ആരംഭിച്ച രാജ്യം സ്കോട്ട്ലാൻഡ്. ഭൂമിയിലെ ചൂടുറവയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഊർജ്ജമാണ് ജിയോ തെർമൽ ഊർജം. ഏത് തരത്തിലുള്ള വൈദ്യുതി ഉൽപ്പാദനത്തിലാണ് യൂറോപ്പിലെ ഐസ്ലൻഡ് പ്രസിദ്ധമായത്? ജിയോ തെർമൽ ഊർജം. ജിയോ തെർമൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശങ്ങൾ തത്തപ്പാനി ഛത്തീസ്ഗഡ്, കാംബെ ഗുജറാത്ത്, ലഡാക്കിലെ പുഗാ വാലി എന്നിവയൊക്കെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പരീക്ഷണ ജിയോ തെർമൽ പ്ലാന്റാണ് മണികരൺ, ഹിമാചൽ പ്രദേശിൽ സ്ഥിതി ചെയ്യുന്നു. 5 മെഗാവാട്ട് ഉൽപ്പാദനശേഷിയുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ വൻകിട ജിയോ തെർമൽ പവർ പ്രോജക്റ്റ് നിലവിൽ വന്നത് ലഡാക്കിലെ പുഗാ വില്ലേജിലാണ്. കംപ്രസ്ഡ് ബയോഗ്യാസ് ഇന്ധനമാക്കി ഉപയോഗിക്കുന്ന പ്രചാരണാർത്ഥം കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം ആരംഭിച്ച പദ്ധതി SATACT ആണ്. സസ്റ്റൈനബിൾ ആൾട്ടർനേറ്റീവ് ടുവാർഡ്സ് അഫോർഡബിൾ ട്രാൻസ്പോർട്ടേഷൻ. ഇന്ത്യയിൽ തിരമാലയിൽ നിന്നും ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് ഗൾഫ് ഓഫ് ഖമ്പത്തും ഗൾഫ് ഓഫ് കച്ച്, സുന്ദർബൻസ്, വിഴിഞ്ഞം എന്നിവയൊക്കെയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളിഡ് വേസ്റ്റ് ടു എനർജി പ്ലാന്റ് സ്ഥാപിതമായത് നരേലയാണ്, ന്യൂഡൽഹിയിലെ നരേല. രാജീവ് ഗാന്ധി അക്ഷയ ഊർജ ദിനമായിട്ട് ആചരിക്കുന്നത് ആഗസ്റ്റ് 20. ഊർജത്തിൻ്റെ ആവശ്യകത വർദ്ധിച്ച സാഹചര്യത്തിൽ ഊർജം പാഴായി പോകാതിരിക്കാനും ഊർജ പ്രതിസന്ധി പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും വിവിധ തരം ഊർജ സ്രോതസ്സുകളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന വിഭാഗമാണ് ഊർജ പരിപാലനം. അടുത്തതായിട്ട് സൗരോർജം. സൗരോർജത്തെ വൈദ്യുതോർജ്ജമായിട്ട് മാറ്റുന്ന സാങ്കേതിക വിദ്യ സോളാർ ഫോട്ടോ വോൾട്ടായിക് ടെക്നോളജി SPVT ആണ്. ഗവൺമെൻറ് അധീനതയിലുള്ള എല്ലാ തുറമുഖങ്ങളും ഹരിതോർജ്ജം, കാറ്റിൽ നിന്നും സൗരോർജത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഉപയോഗിച്ചാണ് പ്രവർത്തിപ്പിക്കുന്ന ആദ്യ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ പവർ പ്ലാന്റാണ് അമൃത്സർ. ഇന്ത്യയിലെ ആദ്യ സോളാർ ഗ്രാമം ബീഹാറിലെ ധരണി. ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ പാർക്ക് നിലവിൽ വരുന്നത് ധോളേറ 5000 മെഗാവാട്ടാണ്. ഗുജറാത്തിൽ ആണ് സ്ഥിതി ചെയ്യുന്നത്. സ്ഥാപിക്കുന്നത് NTPC. നിലവിൽ 2245 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള രാജസ്ഥാനിലെ ബദ്ല സോളാർ പാർക്കാണ് ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഡസ്ട്രിയൽ സോളാർ മൈക്രോഗ്രിഡ് നിലവിൽ വന്ന സംസ്ഥാനം ഗുജറാത്തിലെ വഡോദരയാണ്. ഇന്ത്യയിൽ സൗരോർജത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത്. 100% സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യ ജില്ല ഗുജറാത്തിലെ സൂറത്താണ്. സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന പമ്പുകളുടെ സഹായത്തോടെ
ജലസേചനം സാധ്യമാക്കുന്ന പദ്ധതിയുടെ സൗര ജലനിധി നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സോളാർ പാർക്കുകൾ: ബാദ്ല സോളാർ പാർക്ക് രാജസ്ഥാൻ, ശക്തിസ്ഥൽ സോളാർ പാർക്ക് പവർ പ്രോജക്റ്റ് കർണാടക, അൾട്രാ മെഗാ സോളാർ പാർക്ക് ആന്ധ്രാപ്രദേശ്, രേവ സോളാർ പവർ പ്രോജക്റ്റ് മധ്യപ്രദേശ്, കമുദി സോളാർ പവർ പ്രോജക്റ്റ് തമിഴ്നാട്ടിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ആദ്യത്തെ സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന മൾട്ടിപ്ലക്സ് ആണ് മെട്രോ ഐനോക്സ്, മുംബൈയിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ പാർക്ക് ചരൻക ആണ്, ഗുജറാത്തിലെ ചരൻക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗാർഹിക സോളാർ റൂഫ് ടോപ്പുകൾ സ്ഥാപിച്ചിട്ടുള്ള സംസ്ഥാനം ഗുജറാത്ത്. ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ ട്രീ സ്ഥിതി ചെയ്യുന്നത് ദുർഗാപൂർ, പശ്ചിമ ബംഗാളിലെ ദുർഗാപൂർ. ഏഷ്യയിലെ ഏറ്റവും വലിയ സിംഗിൾ സൈറ്റ് സോളാർ പവർ പ്ലാന്റ് ആണ് മധ്യപ്രദേശിലെ രേവ. സമ്പൂർണ്ണമായിട്ടും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനം ശ്രീ അരബിന്ദോ ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ എഡ്യൂക്കേഷൻ ആണ്, പുതുച്ചേരിയിൽ സ്ഥിതി ചെയ്യുന്നു. സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ആസാമിലെ ഗുവാഹത്തിയാണ്. സമ്പൂർണ്ണമായിട്ട് സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ കേന്ദ്രഭരണ ഭാഗമാണ് ദിയു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സോളാർ ടവർ നിർമ്മിച്ച രാജ്യം ഇസ്രായേൽ. ലോകത്തിലെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ ഫാം പണികഴിപ്പിച്ചത് ചൈനയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ തെർമൽ സോളാർ പ്ലാന്റ് നിർമ്മിക്കുന്ന രാജ്യം ഓസ്ട്രേലിയ ആണ്. ഇൻ്റർനാഷണൽ സോളാർ അലയൻസ് രൂപീകൃതമായ വർഷം 2015. ഇന്ത്യ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഇൻ്റർനാഷണൽ സോളാർ അലയൻസ് ISA ഒരു ട്രീറ്റി ബേസ്ഡ് ഇൻ്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ ആയിട്ട് പ്രവർത്തനം ആരംഭിച്ചത് 2017 ഡിസംബർ 6-നാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആദ്യമായിട്ട് സോളാർ ടോയ്ലറ്റ് നിലവിൽ വന്ന സംസ്ഥാനം മണിപ്പൂർ. എല്ലാ ജില്ലകളിലും സോളാർ ബേസ്ഡ് മൈക്രോ ഇറിഗേഷൻ സ്കീം ആരംഭിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഹരിയാന. കർണാടകയിലെ ആദ്യ സോളാർ ഗ്രാമപഞ്ചായത്താണ് അമസേബൈലു, ഉടുപ്പിയിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ കിച്ചൺ വില്ലേജാണ് ബാഞ്ച, മധ്യപ്രദേശിലെ ബാഞ്ച. സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ കപ്പൽ INS സർവേക്ഷൺ. ജമ്മു കാശ്മീരിലെ വൈദ്യുതി ലഭ്യമല്ലാത്ത മലയോര പ്രദേശ ഗ്രാമങ്ങളിൽ സോളാർ വിളക്കുകൾ വിതരണം ചെയ്യുന്നതിനായിട്ട് ഇന്ത്യൻ കരസേനയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി പ്രോജക്റ്റ് റോഷ്നി എന്നറിയപ്പെടുന്നു. സൗരോർജ്ജം ഉപയോഗിച്ച് പറന്ന ആദ്യ വിമാനം സോളാർ ഇമ്പൾസ് ആണ്. സോളാർ ഇമ്പൾസിൻ്റെ പരീക്ഷൃത രൂപമാണ് സോളാർ ഇമ്പൾസ് 2. സോളാർ ഇമ്പൾസിൻ്റെ പൈലറ്റ് ആന്ധ്ര ബോസ്ബർഗാണ്. സഹ പൈലറ്റ് ബെർട്രാൻഡ് പിക്കാർഡാണ്. ഇന്ത്യയിലെ സോളാർ സർക്കാർ ക്ലസ്റ്റേഴ്സ് ആരംഭിച്ച് ജനങ്ങൾക്ക് തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി കേന്ദ്ര MSME മന്ത്രാലയം ആരംഭിച്ച പദ്ധതിയാണ് മിഷൻ സോളാർ സർക്കാർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ റൂഫ് ടോപ്പ് സോളാർ പവർ പ്ലാന്റ് സ്ഥാപിതമായത് പഞ്ചാബാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ റൂഫ് ടോപ്പ് സോളാർ പവർ പ്ലാന്റ് സ്ഥാപിതമായത് ഉത്തർപ്രദേശിലുമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റൂഫ് ടോപ്പ് സോളാർ കാർപോർട്ട് കമ്മീഷൻ ചെയ്ത കമ്പനി ടാറ്റ പവർ സോളാറാണ്. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി സോളാർ എനർജി, വിൻഡ് എനർജി, അതേപോലെ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവയും പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവ, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്, മറ്റ് കാര്യങ്ങൾ, ആണവ ഊർജ്ജങ്ങൾ, താപ ഊർജ്ജങ്ങൾ, പ്രധാനപ്പെട്ട അറ്റോമിക് റിയാക്ടറുകൾ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആണവ നിലയങ്ങൾ എല്ലാത്തിനെയും കുറിച്ചുമുള്ള ഈ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇവിടെ വെച്ച് പൂർണ്ണമാകുന്നു. സോ ഫ്രണ്ട്സ്, ഈ ടോപ്പിക് ഊർജ്ജ സ്രോതസ്സുകൾ എന്ന ഈ ടോപ്പിക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുവാനും ഇതുപോലുള്ള ഇമ്പോർട്ടൻറ്റ് വീഡിയോസിനായിട്ടും PSC റിലേറ്റഡ് മറ്റ് ടോപ്പിക് വീഡിയോസിനുമായിട്ടും നിങ്ങൾ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഏവർക്കും നന്ദി, നമസ്കാരം.